സെലിമിലേക്ക് ഇപ്പോൾ KSU മാർച്ച് നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. +1 സീറ്റ് വർദ്ധിപ്പിക്കണം, ഈ ഗ്രാന്റ് വിതരണം ചെയ്യണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച്. പോലീസ് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. പോലീസിന് നേരെ കമ്പുകൾ വലിച്ചെറിയുന്നു പ്രവർത്തകർ. ഇപ്പോൾ ഒരു സംഘർഷാന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വിവരങ്ങൾ എന്താണ് സലീം? പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കമ്പുകളും തടിക്കഷ്ണങ്ങളും പൊടികെട്ടിയ കമ്പുകളും ഒക്കെ വലിച്ചെറിയുകയാണ്. പോലീസും തിരിച്ച് പ്രതിരോധിക്കുകയാണ്. പോലീസ് നിലവിൽ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU ഇവിടേക്ക് നിയമസഭയ്ക്ക് മുന്നിലേക്ക് സമരവുമായി എത്തിയത്. KSU മുൻപ് വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ഒരു അവകാശ പത്രിക സമർപ്പിച്ചിരുന്നു. ആ അവകാശ പത്രികയിലെ ആവശ്യങ്ങൾ പരിഗണിക്കണം, അതുകൊണ്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSUവിന്റെ മാർച്ച് എത്തിയത്. 100-ലധികം പ്രവർത്തകരുമായാണ് നിയമസഭയ്ക്ക് മുൻപിലേക്ക് KSU എത്തിയത്. വിവിധ ആവശ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം +1 സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം +1 സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇടപെടൽ നടത്തുക, ITI വിദ്യാർത്ഥികളുടെ പ്രവർത്തി സമയം കുറയ്ക്കുക, ശനിയാഴ്ച പ്രവർത്തി ദിനം മാറ്റിവെക്കുന്നത്. സലീമിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. നിയമസഭയ്ക്ക് മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിലേക്കുള്ള KSU മാർച്ച് സംഘർഷ അന്തരീക്ഷത്തിലാണ്. +1 സീറ്റ് വർദ്ധിപ്പിക്കണം, ഈ ഗ്രാന്റ് വിതരണം ചെയ്യണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള KSUവിൻ്റെ പ്രതിഷേധം, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും KSU സമർപ്പിച്ച അവകാശ പത്രികയിലെ ആവശ്യങ്ങൾ നടപ്പാക്കണം എന്നുള്ളതാണ് KSUവിൻ്റെ ആവശ്യം. പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച്, അതിലിപ്പോഴൊരു സംഘർഷാന്തരീക്ഷം അവിടെ നിലനിൽക്കുകയാണ്. പ്രവർത്തകർക്ക് നേരെ 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസുമായി പ്രവർത്തകരുടെ വാക്കേറ്റം പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2 തവണ ജലപീരങ്കി, അതേസമയം തന്നെ പോലീസിന് നേരെ കല്ലുകൾ, കമ്പുകൾ വലിച്ചെറിയുന്നുണ്ട് KSU പ്രവർത്തകർ. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, വിവരങ്ങൾ സലീം. റീജിത്ത്, 100-ലധികം പ്രവർത്തകരുമായാണ് KSU ഇവിടേക്ക് മാർച്ചുമായി എത്തിയത്. 2 തവണ ഈ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ നിലയിലുള്ള പ്രകോപനം പോലീസിന് നേരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് ഉള്ളവർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് സമരം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ബാരിക്കേഡ് മറികടക്കാനായി പ്രവർത്തകർ മുന്നിലേക്ക് എത്തിയത്. അതിനുശേഷം ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് ആദ്യ തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ കൂടുതൽ രൂക്ഷമായ നിലയിലേക്ക് ഈ പോലീസുകാരെ പ്രതിരോധിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും കയ്യിൽ കരുതിയിരുന്ന കമ്പുകളും ഒപ്പം കൊടികെട്ടിയ കമ്പുകളും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് നേരെ ചെറിഞ്ഞു. മാത്രമല്ല, ട്രാഫിക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉൾപ്പെടെ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിച്ചത്. അതിന് പിന്നാലെ 2ാം തവണ കൂടി പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജലപീരങ്കി വലിയ നിലയിലുള്ള മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പോലീസിനെതിരെയും സർക്കാരിനെതിരെയുമാണ് ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. ഇതിൽ ഈ പ്രവർത്തകർ ഈ അവകാശ പത്രിക ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും നൽകിയ അവകാശ പത്രികയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായ വിഷയമാണ്. +1 സീറ്റിന്റെ വർധനവാണ്. +1-ൽ മലബാറിൽ ഉൾപ്പെടെയുള്ള രൂക്ഷമായ പ്രതിസന്ധി പരിഹരിക്കണം, അത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഇവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, മറ്റ് വിവിധ വിഷയങ്ങൾ, ഈ ഗ്രാന്റ് പുനഃസ്ഥാപിക്കുക, ശനിയാഴ്ച ITIകളിൽ പ്രവൃത്തി ദിനമാക്കിയത് പിൻവലിക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ബസ് കൺസെഷനിൽ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. പ്രത്യേകിച്ചും KSRTC വിദ്യാർത്ഥികളോട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള ആവശ്യവും ഇവർ അവകാശ പത്രികയിൽ തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവും അത് ചൂണ്ടിക്കാണിച്ചതാണ്. SFIക്ക് വേണ്ടിയുള്ള എല്ലാ തോന്നിവാസങ്ങൾക്കും സർക്കാർ കുടപിടിക്കുകയാണ്. SFIക്ക് ക്യാമ്പസുകളിൽ ഇടിമുറി സൃഷ്ടിക്കാനുള്ള സൗകര്യം സർക്കാർ തന്നെ ഒരുക്കി നൽകുന്നു. മാത്രമല്ല, SFIക്ക് അധ്യാപകനെ തെറിവിളിക്കാനുള്ള സാഹചര്യവും സർക്കാർ ഒരുക്കി നൽകുന്നു. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിന് അവസാനം വരുത്തണം, അതിന് അറുതി വരുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി സർക്കാർ
സലീം മാലിക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. KSUവിന്റെ നിയമസഭാ മാർച്ച് സംഘർഷ സാഹചര്യത്തിലാണ് ഉള്ളത്. +1 സീറ്റ് വർദ്ധിപ്പിക്കണം, ഇ ഗ്രാന്റ് വിതരണം ചെയ്യണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ സർക്കാരിന് മുമ്പിൽ KSU നേരത്തെ ഒരു അവകാശ പത്രിക എന്നുള്ള നിലയിൽ സമർപ്പിച്ചതാണ്. അതിലെ പ്രധാന ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. അതിന് പിന്നാലെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോഴിതാ വീണ്ടും ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. തുടർന്ന് 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രകോപനം തുടരുകയാണ്. ഇപ്പോഴും പ്രവർത്തകർ പോലീസിന് നേരെ കല്ല്, കമ്പ്, ട്രാഫിക് നിയന്ത്രണത്തിന് വേണ്ടി വെച്ച ഉപകരണം ഇതൊക്കെ പ്രവർത്തകർ വലിച്ചെറിയുന്നു. വീണ്ടും നടപടിയിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു സംഘർഷ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. വിദ്യാഭ്യാസ രംഗത്തോട് സർക്കാർ പൂർണ്ണമായ അവഗണന കാണിക്കുന്നു, SFIയുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും സർക്കാർ കുടപിടിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിനു ശേഷമാണ് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോഴും അവിടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം.